നമുക്ക് നെഗറ്റീവായുള്ള വാർത്തകൾ ഇഷ്ടം പോലെ അവൈലബിളാണ് മാർക്കറ്റിൽ. പോസിറ്റീവ് നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ സൂപ്പർ മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറയും. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം മുതൽ നമ്മൾ ഷെൽഫിലിരിക്കുന്ന സാധനം മുഴുവൻ പെറുക്കിയെടുക്കുകയല്ലോ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. ഇത് വേണ്ടത് മാത്രം നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഫുഡ്, അങ്ങനത്തെ കാഴ്ചകൾ, ഇതെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും മുഴുവൻ പോസിറ്റീവായിട്ടുള്ള സാധനം വെച്ച് ഫ്രെയിം ചെയ്യുക. അത് മാത്രമേ വിജയിക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട്. ഏറ്റവും ലളിതമായ കാര്യം അത്. ഉയർന്ന ചിന്തകൾ ഉണ്ടാകണം. ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്. അതെ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റും കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റും ക്ലാരിറ്റിയാണെന്ന് പറയും. ക്ലാരിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോവേണ്ടത്, എന്താണ് ലൈഫിലെ റിയലായിട്ടുള്ള അസറ്റ്, എന്താണ് ലൈബിലിറ്റി. പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ആരും ടീച്ച് ചെയ്തിട്ടില്ല. അതാണ് കുഴപ്പം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അക്കാഡമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എംപ്ലോയി ആയി സർവൈവ് ചെയ്യാൻ, ജീവിക്കാനുള്ള സാധനം മാത്രമേ അവിടം വരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആൾക്കാർ പലരും അവിടം വരെ എത്തുകയും ചെയ്തു. പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, ഒരു ജോലി കിട്ടുക, കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാകുക, വീട് വെക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ കൊണ്ട് തീർന്നു. ഇവിടം വരെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത് പല ആൾക്കാരും അച്ചീവ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർ അച്ചീവ് ചെയ്യുന്നു, പല ആൾക്കാരെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നു. വേറെ ഒന്നും അടുത്തില്ല. അതോടെ സായുജ്യം. കാരണം ഇത് കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല. ഇതാണ് ഏറ്റവും റോങ് ആയിട്ടുള്ള ടീച്ചിങ്. കാരണം നമ്മുടെ ലൈഫ് ഓരോരുത്തരും അത്ഭുതങ്ങളാണ്. ഓരോ ആൾക്കാരും അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും ജനിച്ചു വീഴുന്ന അവിടുന്ന്. അതുപോലെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിങ്ങ് വിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓർഡിനറി ആയിട്ട് സ്ട്രഗിൾ ചെയ്ത് നരകിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല. ഈ ലോകമൊക്കെ നമുക്കുള്ളതാണ്, നമുക്കും കാണാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ചിന്തകളെ ഉയർത്തുക. എന്താണ് റിയലായിട്ടുള്ള അസറ്റ്, റിയലായിട്ട് നമുക്ക് ഇട്ടിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്, അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ജോലിയിലെ സ്ട്രെസ്സ്, എൻ്റെ ജോലി കാരണം ഭയങ്കര സ്ട്രെസ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിക്കുക. ഒരാഴ്ചയ്ക്കകം നമ്മുടെ എംപ്ലോയർ അവിടെ വേറൊരാളെ വെക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എവിടെയാണ്? നമ്മുടെ ഫാമിലി, നമ്മളെ ക്ലോസ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവിടെ അവർക്ക് മാത്രമേ ലോസ് ഉണ്ടാവുള്ളൂ നമ്മളില്ലാതെ വന്നാൽ. അപ്പോൾ നമ്മൾ എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതൊന്നും കളയാതെ നോക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടി അതിൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ജോലിയോ ബിസിനസ്സോ ഒക്കെ. അല്ലാതെ നമ്മുടെ ലൈഫ് അതല്ല. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ലൈഫ് വേറെ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വ്യക്തത ഉണ്ടാവണം ലൈഫിനെക്കുറിച്ച്. അതിനെ നമ്മൾ ഓരോ ദിവസവും അതിലേക്ക് നടന്ന് ചെല്ലുക. അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ മാത്രം. എപ്പോഴും ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണോ അല്ലയോ? നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടണം. നമുക്കറിയില്ല, ഓരോ സമയത്ത് ചിലപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചിന്തകൾ നമ്മളോട് കടന്നു പോകുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് ദൈവമൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മളറിയാതെ ചിന്തകൾ എന്തെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോണം. ഇത് എന്നെ ഈ ചിന്ത അല്ലെ ഈ സംസാരം ഈ സാഹചര്യം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണം. അല്ല എന്നാണ് ആൻസറെങ്കിൽ അവിടെ നിർത്തിക്കണം. വീണ്ടും തിരിച്ച് നമ്മൾ ബോധപൂർവ്വം തിരിച്ചു വന്നോണം. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നിടത്തോളം കാലം നമ്മൾ സക്സസ് തന്നെ വന്നുകൊണ്ടിരിക്കും.